അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു സ്വഹാബി വന്ന് ചോദിക്കുന്നുണ്ട്, കൈഫ കാന ഖുലുഖു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അതെങ്ങനെയാണ് എന്ന് പറഞ്ഞു തരുന്നു. ഒരൊറ്റ മറുപടിയാണ് വളരെ ബുദ്ധിമതിയും പക്വമതിയുമായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പ്രവാചക പത്നിമാരിൽ ഏറ്റവും പണ്ഡിതയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, ആ ചോദ്യത്തിന് ഉത്തരമായി പറയുന്നത്, ഖുലുഖുഹു അൽ ഖുർആൻ, തങ്ങളുടെ ജീവിതം, തങ്ങളുടെ സ്വഭാവം അത് വിശുദ്ധ ഖുർആനാണ് എന്നാണ്. ഖുർആൻ ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണല്ലോ ഖുർആൻ. ഇന്നും അള്ളാഹുവിൻ്റെ കലാമാവുന്ന വിശുദ്ധ ഖുർആൻ ലോകത്ത് നിലനിൽക്കുന്നു. അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ ഖുർആൻ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യ മനസ്സുകളിൽ, ജനമനസ്സുകളിൽ അതിൻ്റെ പരിവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര എഴുതിയാലും, എത്ര വായിച്ചാലും, എത്ര വ്യാഖ്യാനിച്ചാലും, എത്ര ആഖ്യാനങ്ങൾ നൽകിയാലും ആ ഖുർആൻ തീരുന്നില്ല. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ മറുപടി അത് ചെറിയ മറുപടിയല്ല. ഖുർആൻ പോലെ ഒരു അത്ഭുതമാണ്, ഒരു അത്ഭുതകരമായ പ്രതിഭാസമാണ്, ഒരു വിസ്മയമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ നിദർശനമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രമെന്ന് പറയുന്നത്. ആ തിരുനബിയെ നേരിൽ കണ്ട്, നേരിൽ വിശ്വസിച്ച് സായുജ്യം കൊണ്ട സ്വഹാബത്ത്, അവർക്ക് മാത്രമേ അത് എങ്ങനെയെന്ന് പറയാൻ കഴിയൂ. അത്രമാത്രം അവരെ സ്വാധീനിച്ചു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം, അവിടുത്തെ ദേശം, അവിടുത്തെ ഭാഷ, അവിടുത്തെ ശൈലി, അവിടുത്തെ ഉറക്കം, അവിടുത്തെ യാത്രകൾ, അവിടുത്തെ സൗഹൃദങ്ങൾ, ഇങ്ങനെ രേഖപ്പെടാത്തതായി ഒന്നുമില്ല. മുഴുവൻ രേഖപ്പെട്ട് കിടക്കുകയാണ്. എല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് പിൽക്കാലത്തേക്ക് കൈമാറിയ ഒരു ചരിത്ര പുരുഷൻ വേറെ ഏതുണ്ട്? അതാണ് മഹാനായ ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു അവിടുത്തെ മദ്ഹുകൾ പാടി അവസാനം പറഞ്ഞത്, വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസുൻ ഗർഫൻ മിനൽ ബഹ്രി ഔ റശ്ഫൻ മിനൽ ദിയമി. എല്ലാ അമ്പിയാക്കളും വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി. എത്ര ആശയമുള്ള വരികളാണ്. എല്ലാ പ്രവാചകന്മാരും അവിടുത്തെ അറിവിനോട്, അവിടുത്തെ ഉദാരതയോട് അതിൻ്റെ അടുത്തുപോലും എത്തുന്നില്ല. വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസുൻ, അവരെല്ലാവരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വിജ്ഞാനത്തിൽ നിന്ന്, ആ നൂറിൽ നിന്ന്, അതിൽ നിന്ന് തിരികൊളുത്തിയവരാണ്. ആ വലിയ സാഗരത്തിൽ നിന്ന് ഒരു തുള്ളി, ആ തുള്ളിയെ കൈവശപ്പെടുത്തിയവരാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനമായി അറിയാൻ പറ്റുന്നത് ഫംബലഗുൽ ഇൽമി അന്നഹു ബശർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു മനുഷ്യനാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അവിടുത്തെ വ്യക്തിത്വത്തിൽ അള്ളാഹു നൽകിയ ശ്രേഷ്ഠതകൾ, അവിടുത്തെ അറിവുകൾ, അവിടുത്തെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും എത്തിപ്പെടാൻ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ഒരു തോറ്റുകൊടുക്കുന്ന ഒരു കവിയുടെ ഒരു പ്രകടനത്തെയാണ് നമുക്ക് ആ വരികളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം വഅന്നഹു ഖൈറു ഖൽഖില്ലാഹ്, അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികളും
ആ സൃഷ്ടികളിൽ എല്ലാവരും എടുത്താലും അതിലേറ്റവും ഖൈറായവർ, കുല്ലിഹിമി മുഴുവൻ സൃഷ്ടികളിൽ നിന്നും ഏറ്റവും ഖൈറായവർ അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ഇമാം ബൂസൂരി തങ്ങൾ പറയുന്നത്. അഹിയൽ വറാ ഫഹ്മു മഅനാഹു, ആ മുത്തുനബിയുടെ ഹഖീഖത്ത്, ആ തങ്ങളുടെ യഥാർത്ഥമായ എന്താണ് തിരുനബി എന്ന് മനസ്സിലാക്കാൻ ആർക്കും കഴിയില്ല. അഹിയൽ വറാ, എല്ലാവരും തോറ്റുപോകുന്ന എത്രയെത്ര പാട്ടുകളാണ്, എത്രയെത്ര കവിതകളാണ്, എത്രയെത്ര ഗ്രന്ഥങ്ങളാണ് അല്ലേ. പക്ഷേ എവിടെയും അവസാനിക്കുന്നില്ല. ആ ജീവിതം ഇങ്ങനെ തുടരുകയാണ്. ഖുർആൻ്റെ അമാനുഷികതയെപ്പോലെ അവിടുത്തെ ജീവിതവും അതിങ്ങനെ പരന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഫാഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി, സൃഷ്ടിപ്പിലും സ്വഭാവ മഹിമയിലും ജീവിതത്തിൻ്റെ എല്ലാ സവിശേഷതകളിലും എല്ലാ പ്രവാചകന്മാരെക്കാളും മേലെയാണ് തങ്ങൾ എന്നാണ് ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ഈ റബീഉൽ അവ്വലിൽ ആ മുത്തുനബിയെ വായിക്കാൻ, ആ മുത്തുനബിയെ പഠിക്കാൻ, ആ മുത്തുനബിയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് ആവുന്നത്ര സഞ്ചരിക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ ഖൽബിൽ, നമ്മുടെ ഹൃദയത്തിൽ ആ തിരുനബിക്കൊരു സ്ഥാനമുണ്ടാവും. ആ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാകുമ്പോഴാണ് ആ നബിയെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നത്. അങ്ങനെ സ്നേഹമുണ്ടാകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് നേടാൻ സാധിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.